ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറഞ്ഞ ഓയിലിൽ വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ സവാളയും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അതേ ഉള്ളി നീളത്തിൽ ഇതേപോലെ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് 2 പച്ചമുളക് വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തതും കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഉള്ളിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. നമുക്ക് ചതച്ചതാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ അര ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇനി 2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ മസാല കയ്യിലില്ലെങ്കിൽ ഇതിന് വരെ മീറ്റ് മസാല വേണമെങ്കിൽ ചേർക്കാം. ഇതെല്ലാം ഇവിടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് സവാളയിലേക്ക് ചേർക്കുമ്പോൾ തന്നെ സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ നന്നായി ഞെരടുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് ബലം കൊടുത്തൊന്ന് പ്രസ് ചെയ്ത് ഞെരടി എടുക്കുമ്പോൾ തന്നെ സവാള നല്ല സോഫ്റ്റായി വരും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അരവൊക്കെ ഉള്ളിയുടെ എല്ലാ ഭാഗത്തും പിടിച്ചിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂറൊക്കെ വെച്ചോളൂ കേട്ടോ. അപ്പോൾ സമയം കൂടുതൽ വെക്കുന്നതനുസരിച്ച് സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റാണ് വെക്കുന്നത്. ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, ഇപ്പോൾ തന്നെ 10 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഒരു 200 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എടുത്തിട്ട് അത് ഉപ്പും മഞ്ഞളും കുരുമുളക് കൂടിയിട്ട് വേവിച്ചിട്ട് കൈകൊണ്ടൊന്ന് പിച്ച് കീറി എടുത്തതാണ് കേട്ടോ. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്യേണ്ട, ഇതേപോലെ കൈകൊണ്ട് പിച്ച് കീറി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം പടി യോജിപ്പിച്ചെടുക്കുക. ചിക്കനിലേക്ക് മുഴുവനായിട്ട് ഈ അരവെല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കടലമാവ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാകുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കി കൂടി ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ 1 കപ്പ് മുഴുവനായും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന സാധാരണ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ സ്നാക്കുകൾ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതും കൂടെ ഒന്ന് റെഡിയാക്കി നോക്കൊണ്ടു. എല്ലാവർക്കും ഇഷ്ടമാകും. പിന്നെ നമുക്കിത് തന്നെ ഡെയിലി ഉണ്ടാക്കാൻ തോന്നും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ ചേരുവകളും വളരെ കുറഞ്ഞ കുക്കിംഗ് ടൈമുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് ഓയിലൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കുറഞ്ഞ ഓയിലിലാണിത് റെഡിയാക്കി എടുക്കുന്നത്. ഒരു പാൻ വെച്ച് നന്നായി ചൂടായി വന്നപ്പോൾ ഇതേപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഇതേപോലെ നേരത്തെ പരത്തിയെടുത്ത പോലെ കൈകൊണ്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല കനം കുറച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കിട്ടും. ഉള്ളിയൊക്കെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് വന്നോളൂ. അപ്പം ആ ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണയും ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കുറച്ച് ഓയിൽ മാത്രം മതി ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമുക്ക് മുഴുവനും ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഒരു ഭാഗം ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുത്താൽ മതി. ഇതിങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി മണം വരും. നല്ല മണമാണ് ഇതിപ്പോൾ വരുന്നത്. 2 ഭാഗം ആവുന്ന സമയത്ത് കണ്ടോ നല്ല മൊരിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന എന്നാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇതേ മുഴുവനും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു അടിപൊളി സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും.
അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി എത്തുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.